ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ലൈം ജ്യൂസാണ്. നിങ്ങൾ ഇതുവരെ കുടിക്കാത്തത് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഇതിൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഈ ലൈം ജ്യൂസ് നമ്മൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലെയർഡായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ലെയർഡ് ടീയും ലെയർഡ് കോഫിയൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, പക്ഷേ ലൈം ജ്യൂസ് ഇതുപോലെ ലെയർഡായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇനി മുതൽ നമുക്ക് ലൈം ജ്യൂസും ലെയർഡായിട്ട് തന്നെ ഉണ്ടാക്കാം. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മാജിക് ലൈം ജ്യൂസ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുളിക്കനുസരിച്ചിട്ട് നാരങ്ങ നീര് എടുക്കാം കേട്ടോ. 1.5 മുതൽ 2 നാരങ്ങയുടെ നീര് വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏലക്ക മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു പീസ് ഇഞ്ചിയുടെ കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരുപാട് തരത്തിൽ ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നത് മുൻപ് ചെയ്തിട്ടുണ്ട്. ലൈം ജ്യൂസ് നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ചെയ്യാം. നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്കിത് ലെയർഡായിട്ട് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ. ഒരുപാട് വെള്ളം ചേർത്താൽ ഈ ഏലക്കൊന്നും നന്നായിട്ടൊന്നും അരഞ്ഞ് കിട്ടില്ല, അതുപോലെ തന്നെ കിടക്കും. പിന്നെ പഞ്ചസാരയും നന്നായിട്ട് അലിഞ്ഞ് കിട്ടില്ല. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ബാക്കിയുള്ള വെള്ളത്തിലേക്ക് ഇത് അരിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്ലാസ്സിലേക്ക് 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഈ ഐസ് ക്യൂബ്സ് ആണ് നമ്മുടെ ലൈം ജ്യൂസിനെ സ്പെഷ്യൽ ആക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും, ഇത് സാധാരണ ഐസ് ക്യൂബ്സ് അല്ല, ഇതെന്തോ ഒരു കളറുള്ള ഐസ് ക്യൂബ്സ് ആണല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഐസ് ക്യൂബ്സ് തയ്യാറാക്കിയതെന്ന് നമുക്ക് കാണാം. ഇതിലേക്കുള്ള ഐസ് ക്യൂബ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ലെമൺ ജ്യൂസിനെ സ്പെഷ്യൽ ആക്കുന്ന ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/4 കപ്പ് ചുവന്ന ചീര അരിഞ്ഞതാണ്. ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 മിനിറ്റ് നേരം ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എങ്കിലേ ഈ ചീരയുടെ മുഴുവനായിട്ടുള്ള കളറ് ഈ വെള്ളത്തിലേക്ക് ചേരുള്ളൂ. ഇപ്പോൾ 1 മിനിറ്റ് നേരം നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കണം. ഇപ്പോൾ ചീരയിട്ട് തിളപ്പിച്ച വെള്ളം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് തണുത്ത് വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊരു ഐസ് ട്രേയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഐസ് ക്യൂബ്സ് ആണ് നമ്മൾ ലൈം ജ്യൂസ് സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഈ ലൈം ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഐസ് ക്യൂബ്സ് പൊങ്ങി വരും.
ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കസ്കസ് കൂടെ ഇട്ട് കൊടുക്കാം. കസ്കസ് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മാജിക് ലൈം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് കളറിന് വേണ്ടിയിട്ട് ചുവന്ന ചീര തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ കുറച്ച് മുൻപ് ഓറഞ്ച് നിറത്തിലുള്ളൊരു സ്പെഷ്യൽ ലൈം ജ്യൂസ് ചെയ്തില്ലേ, അതിൽ ഓറഞ്ച് നിറം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻറ്റ് വേണമെങ്കിൽ ഇതിന് പകരം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ലൈം ജ്യൂസ്, ഒരു 5 ലൈം ജ്യൂസിൻ്റെ വീഡിയോ കുറച്ച് മുൻപ് ചെയ്തില്ലേ, പല നിറത്തിലുള്ള ലൈം ജ്യൂസസ്. അപ്പോൾ അതിലുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചുവന്ന ചീരയ്ക്ക് പകരം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുന്നതിലേക്ക് കുറച്ച് ലൈം ജ്യൂസും ആഡ് ചെയ്തോളൂ. പക്ഷേ മധുരം ചേർക്കാൻ മറക്കരുത്. മധുരം ചേർത്തിട്ടില്ലെങ്കിൽ മുകൾ ഭാഗം മധുരം ഉണ്ടാവില്ല, താഴ്ഭാഗം മാത്രമേ മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ പഞ്ചസാര ചേർക്കാൻ മറക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അതും പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്